കൂടുതൽ മാർക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യൻസ് ആണല്ലോ എസ് എ ക്വസ്റ്റ്യൻ. പക്ഷേ ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അതിൽ നിങ്ങളുടെ മാർക്ക് കുറയുന്നു. സോ ഗൈസ്, എങ്ങനെ ലോങ് ആൻസർ അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എക്സാമിലേക്കുള്ള ഒരു 10 മാർക്ക് ക്വസ്റ്റ്യന് ടീച്ചർ ഒരു മാർക്കിംഗ് സ്കീം വെക്കുന്നുണ്ട്. കുറച്ച് സ്പെസിഫിക് കോൺസെപ്റ്റ്സ് എഴുതണം എന്നത്. ആൻഡ് നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുള്ള ആ ഒരു ടോപ്പിക്കിനെ പറ്റി എന്തും വാരി വലിച്ച് എഴുതാം എന്നതാവരുത്. ടീച്ചർ മീൻ ചെയ്തിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എഴുതണം. ആൻഡ് അത് എന്തായാലും ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ നോട്ട് കൂടെ തന്നിട്ടുണ്ടാവും. സോ ഗൈസ്, ടുഡേ ഐ ആം ഗിവിംഗ് ദ ഫോർമുല. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യത്തെ കാര്യം, ടീച്ചർ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കുറെ പേപ്പേഴ്സ് ഒരുമിച്ച് അങ്ങ് കറക്റ്റ് ചെയ്യുമല്ലേ. അതുകൊണ്ട് ഓരോ പേപ്പറും ലൈൻ ബൈ ലൈൻ വായിക്കണം എന്നില്ല. അവരെ മെയിൻ ആയിട്ട് നോക്കുന്നത് കീ ടേംസ്, കറക്റ്റ് ഡെഫിനിഷൻസ്, അക്യുറേറ്റ് പോയിന്റ്സ്, ലോജിക്കൽ സ്ട്രക്ചർ. ആൻഡ് എക്സാം എഴുതിയിട്ടുള്ള സ്റ്റുഡൻസ് ശരിക്കും ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും അവർ ചെക്ക് ചെയ്യും. അല്ലാതെ നോട്ട് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്, നോട്ട് ഇംപ്രസീവ് വൊക്കാബുലറി, നോട്ട് ക്രിയേറ്റീവ് ഇൻട്രൊഡക്ഷൻസ്, ജസ്റ്റ് അവരുടെ മാർക്കിംഗ് സ്കീമിലെ പോയിന്റ്സ് ഉണ്ടോ എന്ന് മാത്രം അവർ നോക്കും. എസ് എ ഒക്കെ എഴുതുന്ന സമയത്ത് കൂടുതൽ ക്ലാരിറ്റിയിൽ അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചറിൽ കൂടെ എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ദ ഡീൽ സ്ട്രക്ചർ. ഈ ഡീൽ സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡി മീൻസ് ഡിഫൈൻ. ക്വസ്റ്റ്യനിലെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കീ ടേം എന്താണോ അതിന്റെ ഡെഫിനേഷൻ എഴുതിയിട്ട് എസ് സ്റ്റാർട്ട് ചെയ്യാം. 1 to 2 സെന്റൻസസ്. ഇങ്ങനെ എഴുതുമ്പം ആ എക്സാമിനർക്ക് മനസ്സിലാവും, യെസ്, ഈ കുട്ടിക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. കൂടാതെ ഡെഫിനേഷനും ഒരു പെർട്ടിക്കുലർ മാർക്ക് കിട്ടും. ഈ മീൻസ് എക്സ്പ്ലെയിൻ. ഇതാണ് മെയിൻ ബോഡി. ഇവിടെ ഒരു ലോങ് കണ്ടിന്യൂസ് പാരഗ്രാഫ് ആയിട്ട് എഴുതരുത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫ്സ് ആയിട്ട് വേണം എഴുതാൻ. ഓരോ പാരഗ്രാഫിലും ഓരോ സ്പെസിഫിക് പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. എ മീൻസ് ആഡ്. അതായത് നിങ്ങൾ എഴുതുന്ന പോയിന്റുകളിൽ മിനിമം 1 or 2 എങ്കിലും എഴുതുമ്പോൾ ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആഡ് ചെയ്യാം. ഇങ്ങനെ എഴുതുന്ന എവിഡൻസിന് മാർക്ക് ഉണ്ടാവും. ഇത് പല സ്റ്റുഡൻസും സ്കിപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, എൽ, വിച്ച് മീൻസ് ലിങ്ക് ഓർ കൺക്ലൂഡ്. ഇവിടെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല എഴുതേണ്ടത്. ഡയറക്റ്റ് ആൻസർ എഴുതി കൺക്ലൂഡ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, therefore this happened primarily because of എന്നും പറഞ്ഞ് ആ ഒരു റീസൺ കൂടെ അവിടെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എസ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എസ് എഴുതി തുടങ്ങുമ്പോൾ എഴുതുന്ന ഇൻട്രൊഡക്ഷൻ ഒരുപാട് ലോങ് ആയിട്ട് എഴുതരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈക്ക് ഒരു 2 or 3 സെന്റൻസിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനിലെ വേർബ് എന്താണ് എന്നതിനനുസരിച്ച് വേണം നിങ്ങൾ എസ് എഴുതാൻ. ഡിസ്ക്രൈബ് മീൻസ് ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, അതിനെ വിശദീകരിക്കുക എന്നാണ്. എക്സ്പ്ലെയിൻ എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നൊക്കെ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എഴുതുക. ഇവാലുവേറ്റ് എന്നാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് കമ്പയർ എന്നാണെന്നുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്നുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും കൂടെ എഴുതുക. സോ ഗൈസ്, ഇത് നിങ്ങൾ വിട്ട് കളയരുത്, നോട്ട് ചെയ്ത് വെച്ചോളൂ. എസ്സേസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യനിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെക്കും. ദെൻ എസ്സേസ് എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. സോ ഗൈസ്, that's all for today's video. വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അയച്ചു കൊടുക്കൂ. See you in the next video.